ഹലോ, ഞാൻ റിജ്ജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫിയാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് ജനറൽ ജോഗ്രഫിയിൽ ലാസ്റ്റ് പറഞ്ഞത് ഫോർമേഷൻ ഓഫ് ഹിമാലയാസും മിനറൽസ് ആണ്. അതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല, ജനറൽ ജോഗ്രഫി ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം നമ്മൾ 1-2 വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതൊന്നും നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് പ്രധാനപ്പെട്ട ഒരു വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ 1010 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസും ഒറിജിനൽ പിന്നീട് ആൻസേഴ്സും നമുക്ക് വീഡിയോ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നീട് ചെയ്യുന്നുള്ളത്. ഈ വീഡിയോയിൽ നമുക്ക് എന്തായാലും ഈ വീഡിയോ നമ്മൾ ഒഴിവാക്കിയിട്ട് 1010 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിക്ക് അങ്ങ് ബാലൻസ് ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത് കംഫർട്ടബിൾ എന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ടൈം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒറിജിനൽ പിന്നീട് ആൻസേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് പ്രിൻറ്റഡ് ആൻസേഴ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് 1010 ക്വസ്റ്റ്യൻസ്. പക്ഷെ അത് പക്ഷേ അതിനേക്കാളും കംഫർട്ടബിൾ ആണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഡിലേ ആയി പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ട്, അത് പ്രത്യേകം പറയണേ. എന്തായാലും ഞാനത് ചെയ്യും. എന്തായാലും വീഡിയോസ് നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് പ്രധാനപ്പെട്ട തന്നെയാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1010 ക്വസ്റ്റ്യൻസ് നമ്മൾ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ മൈക്ക് ഓഫായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ദയവേതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും എല്ലാ വീഡിയോസും കൂടി നമ്മൾ ഒരുമിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം അത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആണ് കൂടുതലും ചെയ്തിരുന്നത്. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യാം. എല്ലാം ഒറ്റ ശ്വാസത്തിൽ പറയാണ്, കാരണം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ പറയേണ്ടി വരുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇനി ഓൺലി ബാലൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പം എന്തായാലും ഒരു പക്ഷേ നാളെ ചെയ്യുക എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട് ആ വീഡിയോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം ഇന്ന് 5-ാം തീയതിയാണ്, 5/3/2025 രാത്രി നമ്മൾ വീഡിയോ ചെയ്യുന്നെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പം എന്തായാലും 6-ാം തീയതി നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ തന്നെ അത്യാവശ്യം നമ്മൾ ക്ലാസ് ആയിട്ടല്ല ചെയ്യുന്നത്, പ്രിൻറ്റഡ് ആൻസേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ രീതിയിൽ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യൂട്യൂബിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ദയവേത് വാച്ച് ചെയ്യുക. ജോഗ്രഫി ജനറൽ ജോഗ്രഫിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം. ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ടൈം, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കാം. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. യൂട്യൂബ് ആയതുകൊണ്ട് എനിക്ക് പറയാണ്ടിരിക്കാനാവില്ല, അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അപ്പം എന്തായാലും നോക്കാം. ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ടൈം, ജിയോളജിക്കൽ ടൈം. ഈ ലാസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാവും.
അത് ഞാൻ പരമാവധി അത് കറക്റ്റാക്കി വെക്കാൻ ശ്രമിക്കും. പേജ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പ്ലീസ് അഡ്ജസ്റ്റ്. കുറേ നാൾക്ക് ശേഷം ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, ജിയോളജിക്കൽ ടൈം, ജിയോളജിക്കൽ ടൈം. One of the most important discoveries of modern science has been the age of Earth and the vast length of time encompassed by its history. Geological history of Earth refers to the evolutionary sequence in which the geological events occurred since the evaluation of planet Earth. Long before geologists could date rocks, they were able to make a time scale of Earth's history in which they divided time periods into various years, periods, and epochs. The scale of this history, the scale of this history in the millions and billions of years is recognized as geologic time. The largest division of geologic time is called Aeon. Eons are divided into eras, which are divided into periods. An epoch, the next division, is further divided into stages. Earlier, the times of main geological events in Earth evaluation could only be guessed, but now many events can be assigned dates obtained by studying radioactivity. Earth is believed to have originated some 4,600 million years ago. Earth is believed to have originated some 4,600 million years ago. ഇനി നമുക്ക് പറയാനുള്ളത് റിലേറ്റീവ് ടൈം സ്കെയിലാണ്. ജിയോളജിക്കൽ ടൈം നമ്മൾ പറഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് ഏതാണ്ടും ഒരേപോലെ തന്നെ പറയാറുള്ളത്. റിലേറ്റീവ് ടൈം സ്കെയിൽ വരുന്നുണ്ട്. ഇത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് റിലേറ്റീവ് ടൈം സ്കെയിൽ നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ് ഉണ്ട്. അതും അത്യാവശ്യം വലിയ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ റിലേറ്റീവ് ടൈം സ്കെയിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം റിലേറ്റീവ് ടൈം സ്കെയിൽ. ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ്. അപ്പോൾ നമുക്ക് നോക്കാം റിലേറ്റീവ് ടൈം സ്കെയിൽ. റിലേറ്റീവ് ടൈം സ്കെയിൽ, റിലേറ്റീവ് ടൈം സ്കെയിൽ. The relative time scale comprises four major intervals called eras. During the late 19th and early 20th centuries, scientists, in an attempt to determine Earth age, measured the present rates of physical processes and tried to extrapolate this rates to the past. Estimates based on the yearly addition of salt to the oceans yielded ages of about 90 million years, whereas other based on the rate of accumulation of sedimentary rock ranged from 3 to 500 million years. These methods were fraught with uncertainties and unproved assumptions. Thus, the English physicist Lord Kelvin resurrected Buffon's methods and using better data calculated that Earth had existed for 2500 million years. Kelvin also reasoned that Earth and Sun had been formed at the same time, and that given conventional energy sources, the Sun could have emitted energy at its present rate for only about 40 million years.
and biologists. Geologists and biologists familiar with the geologic and fossil records regarded these figures as being far too low, but they lacked the quantitative data necessary to refute Kelvin. Since then, the timings of the main geological events in the Earth history can be categorized as follows. First, pre-Cambrian era. Pre-Cambrian era. This era marks the origin of Earth some 406. Sorry, ഒരിക്കൽ കൂടി പറയണേ. Pre-Cambrian era. Pre-Cambrian era. This era marks the origin of Earth some 4,600 million years ago and ends 570 million years ago, as shown in the figure 1.2. The various events that occurred in this era include formation of crust, continents, and oceans. The various events that occurred in this era include formation of crust, continents, and oceans. Birth of oldest known rock, 3,900 million years old. Origin of life, about 3,300 million years ago. And formation of present day atmosphere. This is the longest era of the classification of the history of Earth. ഇനി അടുത്തത് പാലോസിനിക് എറ. പാലിയോസോയിക് ഇറ. Pre-Cambrian era ends around 570 million years ago, and from there starts Paleozoic era. This era lasts till 225 million years time mark, as shown in the figure 1.2. The Paleozoic era contains 6 time periods: 1 Cambrian period, 2 Ordovician period, 2 Ordovician period, 3 Silurian period, 4 Devonian period, 5 Carboniferous period, and 6 Permian period. The geological events of importance are life comes ashore, Caledonian mountains rise, Appalachians and Central European mountains come up, etc. 4 Devonian period, 5 Carboniferous period, and 6 Permian period. The geological events of importance are life comes ashore, Caledonian mountains rise, Appalachians and Central European mountains come up, etc. നമ്മൾ പറയണതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദയവേത് ക്ഷമിക്കണം. ഇത്തിരി വെറൈറ്റി വേർഡ്സ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് മെസോസോയിക് ഇറ. This era started about 225 million years ago and concluded about 65 million years ago. This includes 3 main periods: 1 Triassic period, 2 Jurassic period, and 3 Cretaceous period. Main events can be listed as Urals rise up, Pangea starts to break up 180 million years ago, and North Atlantic starts to open up, South Atlantic starts to open up 135 million years ago, and India splits from Antarctica 100 million years ago. മെസോസോയിക് ഇറ നമ്മൾ പറഞ്ഞത്. സെനോസോയിക് ഇറ. This era is the last in the classification, and
and it starts its assigned date about 65 million years ago. After the Mesozoic era, geologists are most concerned with the epochs of the Cenozoic era, which is the most recent era. Earlier geologic eras often include epochs, but only the epochs of the Cenozoic era provide enough evidence to separate them from each other distinctly. This era is made up of two periods. One, the Tertiary period, and two, the Quaternary period. Quaternary period. In this era, the periods were further divided into epochs of significance. A. The Tertiary period contains the following 5 epochs: 1. Paleocene, 2. Eocene, 3. Oligocene, 4. Miocene, and 5. Pliocene. The Tertiary period contains the following 5 epochs: 1. Paleocene, 2. Eocene, 3. Oligocene, 3. Oligocenes, 4. Miocenes, and 5. Paleocene. 5 Pliocene. The Tertiary period contains the following 5 epochs: 1. Paleocene, 2. Eocene, 3. Oligocenes, 4. Miocenes, and 5 Pliocene. B. The Quaternary period can be divided into 2 epochs: 1. Pleistocene and 2. Holocene. B. That Quaternary period can be divided into 2 epochs. The Quaternary period can be divided into 2 epochs: 1. Pleistocene and 2. Holocene. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. നല്ല പോലെ തെറ്റ് വന്നിട്ടുണ്ട്. എനിക്കിതങ്ങ് പറയാൻ പറ്റുന്നില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള വേർഡ്സൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മൾ യൂട്യൂബ് ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പം നമ്മൾ എ ദ ടെർട്ടറി പീരിയഡും ബി ദ ക്വാട്ടർണറി പീരിയഡും ആണ് ലാസ്റ്റ് പറഞ്ഞത്. അതിന് മുന്നേ സെനോസോയിക് എറ പറഞ്ഞു. അപ്പോൾ നമ്മൾ റിലേറ്റീവ് ടൈം സ്കെയിലിൽ പ്രീ ക്യാംബ്രിയൻ എറ, പാലിയോസോയിക് ഇറ, മെസോസോയിക് ഇറ, സെനോസോയിക് ഇറ, അതിൽ ദ ടെർട്ടറി പീരിയഡും ദ ക്വാട്ടർണറി പീരിയഡും ഒക്കെയാണ് പറഞ്ഞത്. ഇനി ഒരു ഫിഗർ ഉണ്ട്, അത് നോക്കാം. ഇപ്പോൾ ഫിഗറാണ് നമ്മൾ നോക്കാനുള്ളത്. നമുക്ക് പെൻ ടച്ച് ചെയ്തിട്ട് നമുക്ക് പറയാം. ഫിഗർ 1.2 നമ്മൾ നേരത്തെ പാലിയോസോയിക് ഇറയിൽ പറഞ്ഞിരുന്നു. പാലിയോസോയിക് ഇറ നമ്മൾ പറഞ്ഞപ്പം ഫിഗർ 1.2 സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. ഫിഗർ 1.2 ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് 4,600 million years ago. Figure 1.2 geological history of Earth 4,600 million years ago. Figure 1.2 geological history of Earth 4,600 million years ago. ഇവിടെ 0, 57, 60, 43, 35, 28, 22, 10, 13, 65, 63, 37, 26, 12, 1, 0, U. First, pre-Cambrian 5.3. Pre-Cambrian 5.3. Cambrian
ഓർഡോവിക്കൻ, സില്ലുറിയൻ, ഡിവോനിയൻ, കാർബോണിഫറസ്, പെർമിയൻ. ഇത് പാലിയോസോയിക് ഇറ. ക്യാംബ്രിയൻ, ഓർഡോവിക്കൻ, സില്ലുറിയൻ, ഡിവോനിയൻ, കാർബോണിഫറസ്, പെർമിയൻ. പാലിയോസോയിക് ഇറ, ക്യാംബ്രിയൻ, ഓർഡോവിക്കൻ, സില്ലുറിയൻ, ഡിവോനിയൻ, കാർബോണിഫറസ്, പെർമിയൻ. മെസോസോയിക് ഇറ, ട്രീസായിക് പീരിയഡ്, മെസോസോയിക് ഇറ, ട്രിയാസിക് പീരിയഡ്, ജുറാസിക് പീരിയഡ്, ക്രിറ്റാസിയോസ് പീരിയഡ്. മെസോസോയിക് ഇറ, ട്രിയാസിക് പീരിയഡ്, ജുറാസിക് പീരിയഡ്, ക്രിറ്റാസിയോസ് പീരിയഡ്. മെസോസോയിക് ഇറ, ട്രിയാസിക് പീരിയഡ്, ജുറാസിക് പീരിയഡ്, ക്രിറ്റാസിയോസ് പീരിയഡ്. ടെറിട്ടറി സെനോസോയിക് ഇറ, ടെറിട്ടറി പീരിയഡ്, പാലിയോസിനി, ഇയോസിനി, ഒലിഗോസിനി. ടെറിട്ടറി പീരിയഡ്, പാലിയോസിനി, ഇയോസിനി, ഒലിഗോസിനി. ടെറിട്ടറി പീരിയഡ്, മിയോസിനി, പ്ലിയോസിനി. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. സെനോസോയിക് ഇറ, ടെറിട്ടറി പീരിയഡ്, പാലിയോസെനി, ഇയോസെനി, ഒലിഗോസെനി. ടെറിട്ടറി പീരിയഡ്, മിയോസെനി, പ്ലിയോസെനി. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. സെനോസോയിക് ഇറ, ടെറിട്ടറി പീരിയഡ്, പാലിയോസെനി, ഇയോസെനി, ഒലിഗോസെനി. ടെറിട്ടറി പീരിയഡ്, പാലിയോസെനി, ഇയോസെനി, ഒലിഗോസെനി, മിയോസെനി, പ്ലിയോസെനി. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. സെനോസോയിക് ഇറ, ടെറിട്ടറി പീരിയഡ്, പാലിയോസെനി, ഇയോസെനി, ഒലിഗോസെനി. ടെറിട്ടറി പീരിയഡ്, മിയോസെനി, പ്ലിയോസെനി. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. ക്വാട്ടർണറി പീരിയഡ്, പ്ലിയോസ്റ്റോസെനി, ഹോളോസെനി, റീസെന്റ്. ടൈം ഇൻ മില്യൺ ഇയേഴ്സ് എന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരിക്കൽ കൂടി പറയാം. ഫിഗർ 1.2 ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് 4600 million years ago. Precambrian Phythree, Paleozoic era, Cambrian, Ordovician, Silurian, Devonian, Carboniferous, Permian. Mesozoic era, Triassic period, Jurassic period, Cretaceous period, Cenozoic era, Tertiary period, Paleocene, Eocene, Oligocene. Tertiary period, Miocene,
Pliocene. Quaternary period, Pleistocene, Holocene recent. Cenozoic era, Paleocene, Eocene, Oligocene. Tertiary period, Miocene, Pliocene. Quaternary period, Pleistocene, Holocene recent. Quaternary period, Pleistocene, Holocene recent. Time in million years, 57, 60, 43, 35, 28, 22, 10, 13, 65, 63, 37, 26, 12, 10 U. Figure 1.2 geological history of Earth 4600 million years ago. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളിതൊന്ന് വീഡിയോയിൽ കാണിക്കുകയാണ്. സൈലൻ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ രീതിയിലാണ് ഇത് വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഫിഗർ 1.2 ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് 4600 million years ago. ഞാൻ ഒരിക്കൽ കൂടി പറയണേ, യൂട്യൂബ് ആയതുകൊണ്ടാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞതിൽ, ദയവേത് ക്ഷമിക്കുക. ഇനി അതിൻ്റെ ബാലൻസ് ആണ്. The current time can be put into the Cenozoic era, Quaternary period, and Holocene epoch. The main developments in this era are formation of the Rockies. Australia splits away from Antarctica, India collides with Asia, and formation of the Himalayas and the Alps. The Tertiary period is the older of two periods in the Cenozoic era of geologic time. The period began 65 million years ago at the close of the Cretaceous period of the Mesozoic era. It ended 1.8 million years ago with the beginning of the Pleistocene epoch of the Quaternary period. Because of their relative youth, fewer tertiary rocks have been eroded away than rocks of other periods. Thus, tertiary rocks cover 1/3 of Earth's surface, presently occupied by Phanerozoic sedimentary rocks. Phanerozoic sedimentary rocks, more than the rocks of any other system. They make up 20.2% of the total volume of sedimentary rocks, twice as great as the volume of sedimentary rocks of any other geological period in the Phanerozoic era. Thus, tertiary rocks cover 1/3 of Earth's surface, presently occupied by Phanerozoic sedimentary rocks. More than the rocks of any other system. They make up 20.2% of the total volume of sedimentary rocks, twice as great as the volume of sedimentary rocks of any other geological period in the Phanerozoic era. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിലും നല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കുക. അത് സിമ്പിളാണ്, എനിക്ക് തെറ്റുപറ്റിയതാണ്, ദയവേത് ഉപദ്രവിക്കരുത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. The tertiary period is the older of two periods in the Cenozoic era of geologic time. The period began 64 million years ago at the close of the
Cretaceous period of the Mesozoic era. It ended 1.8 million years ago with the beginning of the Pleistocene epoch of the Quaternary period. Because of their relative youth, fewer tertiary rocks have been eroded away than rocks of other periods. Thus, tertiary rocks cover 1/3 of Earth's surface, presently occupied by Phanerozoic sedimentary rocks. Phanerozoic sedimentary rocks, more than the rocks of any other system. They make up 20.2% of the total volume of sedimentary rocks, twice as great as the volume of sedimentary rocks of any other geological period in the Phanerozoic era. B. The Quaternary is the current period of geological time. The Quaternary is the current period of geological time. This period began approximately 1.7 million years ago and is still on, as originally defined 1829 by Julius Pierre Francois. The term embraced a heterogeneous assemblage of rocks and essentially corresponded to the Miocene, Pleistocene, and recent epochs of the modern era. The Quaternary subsequently came to connote deposits of the most recent ice ages, but this definition has been shown to be superfluous, as most glacial deposits date well back into the preceding Tertiary period, at least on the continent of Antarctica. The Quaternary is now customarily subdivided into a Pleistocene epoch and a postglacial Holocene, postglacial Holocene, or recent epoch. The Quaternary is now customarily subdivided into a Pleistocene epoch and a postglacial Holocene or recent epoch. The boundary between these two epochs lies at approximately 10,000 radiocarbon years ago. During the Quaternary period, the Earth has experienced numerous glacial interglacial cycles and witnessed the evaluation of modern Homo sapiens from proto-human hominid ancestors, as well as the relatively recent extinction of a large number of mammal species. During the Quaternary period, the Earth has experienced numerous glacial interglacial cycles and witnesses the evaluation of modern Homo sapiens from proto-human hominid ancestors, as well as the relatively recent extinction of a large number of mammal species. സോറി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അത് പ്രതീക്ഷിച്ചിരുന്നു. അതാരണം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ഈ ഭാഗത്ത് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്നത് ദ ക്വാട്ടർണറി ഈസ് ദ കറണ്ട് പീരീഡ് ഓഫ് ജിയോളജിക്കൽ ടൈം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഒരിക്കൽ കൂടി പറയും. ഈ ഒരു ടോപ്പിക്ക് മാത്രം ജസ്റ്റ് എൻ്റെ താല്പര്യത്തിന് അങ്ങ് പറയുന്നതാണ്. ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരിക്കൽ കൂടി ഇത് പറയുന്നുണ്ട്. എന്നിട്ടായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ ബാലൻസ് ഉള്ള ടോപ്പിക് ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ക്യാമറ ക്ലാരിറ്റി നമ്മൾ സൈലൻറ്റും എന്താ പറയുക സ്ലീപ്പിംഗ് മോഡിലൊക്കെ നമ്മൾ ചെയ്തതായിരുന്നു. പക്ഷെ അതങ്ങോട്ട് അത്ര വിജയമായില്ല. ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. കാരണം ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്കത് അത്ര കംഫർട്ടബിൾ അല്ല. എന്തായാലും നമ്മൾ നേരത്തെ ബാലൻസ് ഉള്ള ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കാനുള്ള ടോപ്പിക്കാണ്. എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരീഡ് ദ പാലിയോസോനി എപ്പോക്ക്
ബി ദ ഇയോസിനി എപ്പോക്ക്, സി ദ ഒലിഗോസിനി എപ്പോക്ക്, ഡി ദ മിയോസിനി എപ്പോക്ക്, ഇ ദ പ്ലിയോസിനി എപ്പോക്ക്. ഇതൊക്കെ ഈ ഭാഗത്ത് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ റിലേറ്റീവ് ടൈം സ്കെയിൽ പറഞ്ഞു പോയത്. എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ അപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരിയഡ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ലാസ്റ്റ് ഭാഗവും ക്ലാസ് എടുക്കും അടുത്ത വീഡിയോയിൽ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എപ്പോക്സ് ഓഫ് ദ ടെറിട്ടറി പീരിയഡ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഇപ്പം എന്തായാലും ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ കുറവാണ്, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതി സെറ്റ് ചെയ്തേക്കുന്നത്. ദയവേത് മനസ്സിലാക്കണം. അടുത്ത വീഡിയോയിൽ എപ്പോക്സ് ഓഫ് ദ ക്വാട്ടർനറി പീരിയഡ് എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എ ദ പ്ലീസ്റ്റോസിനി എപ്പോക്ക്, ബി ദ റീസെന്റ് എപ്പോക്ക്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്കാണ്. എ ദ ടെറിട്ടറി പീരിയഡ് ഈസ് ഓൾഡർ ഓഫ് 2 periods ഇൻ ദ സെനോസോയിക് era of geologic time. B the quaternary is the current period of geologic time. B the quaternary is the current period of geologic time. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ ഉള്ള ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ എർത്ത്സ് മൂവ്മെന്റ്, റൊട്ടേഷൻ, 1 day, ഫിഗർ 1.3, inclination of earth axis, revaluation, 1 year, effects of revaluation, causes of change in seasons, figure ആണ് 1.4, revaluation seasons in the northern hemisphere. ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 1 ജോഗ്രഫിയിൽ ജനറൽ ജോഗ്രഫി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യമൊക്കെ സ്പോട്ടിൽ പറഞ്ഞിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. ദയവേത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പേരിൽ ദയവേത് സഹകരിക്കാതിരിക്കരുത്. നമ്മൾ എല്ലാ വീഡിയോസും, നമ്മൾ ഈ വീഡിയോസ് മാത്രമല്ല എല്ലാ വീഡിയോസിലും പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. ചില വേർഡ്സുകൾ പിന്നെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അത് കൂടുതലും പ്രാധാന്യം കൊടുത്ത് ഞാൻ പറയാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് എല്ലാ വേർഡ്സും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ, നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോൾ പറ്റിപ്പോകുന്ന തെറ്റുകളാണ്. അതങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും അതൊക്കെ ദയവേത് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം, നല്ലൊരു മൈൻഡ്, അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ല, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഫസ്റ്റ് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസൊക്കെ ചെയ്യായിരുന്നു. ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ വാച്ച് ചെയ്യണം. നല്ല വീഡിയോസാണ്. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അത്രയ്ക്ക് നല്ല വീഡിയോസാണ്. അത് ഒരുപാട് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ക്യാമറയുടെ ക്ലാരിറ്റി പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി പറഞ്ഞ് സമയം കളയുന്നില്ല. കാരണം ഇതൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു അവസ്ഥ. എന്നാലും നിങ്ങൾക്ക് എന്തായാലും ആ വീഡിയോസ് വാച്ച് ചെയ്താൽ മനസ്സിലാവും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത്. നിങ്ങൾ വാച്ച് ചെയ്യുന്നതന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. സിലബസിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത്. നേരിട്ട് വരാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഈ രീതിക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ദയവേത് ചെക്ക് ചെയ്യണം. കുറേ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയണ കാര്യം ദയവേത് മനസ്സിലാക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെല്ലാവിധ പ്രാധാന്യത്തോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. വീഡിയോസൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് വാച്ച് ചെയ്യുന്നതൊക്കെ. എന്നാൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നിങ്ങൾ
പ്രത്യേകം താല്പര്യപ്പെടുത്ത് വാച്ച് ചെയ്താൽ അത് വളരെ നല്ലതായിരിക്കും. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്കും നല്ല പെർഫോമൻസ് ആണ് നമ്മൾ കാഴ്ച വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുത്തിരിക്കാനുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.